സൗരവ് ദാസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ്. CJPയുടെ ചീഫ് സ്ട്രാറ്റജിസ്റ്റാണ്, സ്പോക്സ് പേഴ്സണാണ്. പാർട്ടികളുടെ പ്രധാനപ്പെട്ട അജണ്ടകളൊക്കെ നിർണ്ണയിക്കുന്ന ഒരു വ്യക്തിയാണ് സൗരവ് ദാസ്. സൗരവ് ദാസ് ആയിരുന്നു കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തിയത്. അതിനുശേഷം പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഒരു പാർട്ടിക്കിടെ, വിജയാഘോഷ പാർട്ടിക്കിടെ അദ്ദേഹം നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ വൈറലായിരുന്നു. എന്തായാലും സൗരവ് ദാസിന് ഇതിനൊക്കെ ന്യായീകരണമുണ്ട്. കാരണം തങ്ങൾ ജെൻസിയാണ്, ജെൻസിയുടെ പ്രതിനിധികളാണ്. അപ്പോൾ ജെൻസികൾ ഇങ്ങനെയൊക്കെയാണ്, എല്ലാം അങ്ങനെയാണ്, അവർ ഫൈറ്റ് ചെയ്യും, അതുകൂടാതെ അവർ എൻജോയ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മാവന്മാരും അമ്മായിമാരൊക്കെ പോയിക്കൊള്ളണം, ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് നോക്കാൻ അറിയാമെന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെയാണ് സൗരവ് ദാസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതെന്തെങ്കിലും ആവട്ടെ, അതിനെയൊന്നും നമ്മൾ വിമർശിക്കേണ്ട ഒരു ആവശ്യമില്ല. അവർക്ക് അവരുടെ ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ആ പാർട്ടി എന്ന് പറയുന്ന സംവിധാനം തന്നെ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അരാജകവാദികളുടെ ഒരു കൂട്ടമാണ്. അവർക്ക് വ്യക്തമായുള്ള ചില ലക്ഷ്യങ്ങളുണ്ട്, രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് ഇന്ത്യയുടെ പുറത്തു നിന്നുള്ള ചില ആളുകളുടെ കൃത്യമായുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നതെന്നുള്ളതൊക്കെ ഒരുവിധം എല്ലാവർക്കും ഇപ്പം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ സൗരവ് ദാസ് എന്ന് പറയുന്ന മീഡിയ പശ്ചാത്തലമുള്ള വ്യക്തി അല്പം ഡേഞ്ചറസ് ആയുള്ള ഒരാൾ തന്നെയാണ്. കാരണം ഈ പറയുന്ന CJPയുടെ നെറേറ്റീവ് ബിൽഡിങ്ങിന് നിർണായക പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ്. ഒരു ചാലക ശക്തിയായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ സൗരവ് ദാസ്. സൗരവ് ദാസിന് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്, വേൾഡ് വൈഡ് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷം 2025 സൗരവ് ദാസ് നോർവേയിൽ പോയിരുന്നു. വേൾഡ് എക്സ്പ്രഷൻ ഫോറം എന്നുള്ളൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനാണ് സൗരവ് ദാസ് നോർവേയിൽ പോയത്. അത് അവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്തിരുന്നത് റെസിസ്റ്റൻസിനെ കുറിച്ചായിരുന്നു. ദ ഇയർ ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചർച്ച ചെയ്തത്. കൃത്യമായിട്ട് നമുക്ക് ഇതിനെയൊക്കെ ചേർത്ത് വായിക്കാൻ സാധിക്കും. കാരണം ഈ സോറോസ് ഫൗണ്ടേഷനുമായി ബന്ധമുള്ള ഒരു പത്രമായുള്ള നോർവേയിലെ ഡെക്സാവൈസിനാണ് ഇത് സംഘടിപ്പിച്ചത്. നേരിട്ടല്ല, ഡെക്സാവൈസിൻ്റെ മുൻ CEOയും വൈസ് പ്രസിഡൻ്റൊക്കെ ആയിരുന്ന മാറ്റ്സ് നിഗാർഡാണ് ഇതിൻ്റെ ചെയർമാൻ. അപ്പോൾ മാറ്റ്സ് നിഗാർഡിൻ്റെ അധ്യക്ഷതയിലാണ് ഈ പരിപാടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചെയർമാൻഷിപ്പിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടിയിൽ നമ്മുടെ സൗരവ് ദാസ് പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇതിനെ ഒരു യാദൃശ്ചികമായുള്ളൊരു സംഭവമായിട്ട് കാണാൻ സാധിക്കില്ല. ഇതേ പരിപാടിയിൽ തന്നെ ഹെലെ ലിങ്ക് എന്ന് പറയുന്ന നരേന്ദ്രമോദിയെ കഴിഞ്ഞ മെയ് മാസം ചോദ്യം ചെയ്ത ആ ഒരു മാധ്യമപ്രവർത്തക, നോർവീജിയൻ മാധ്യമപ്രവർത്തകയും പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കുറേ ദുരൂഹതകൾ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. കാരണം ഈ ഹെലെ ലിങ്ക് എന്ന് പറയുന്നതും അവരുടെ പത്രമായുള്ള ഡെക്സാവൈസിനാണെങ്കിലും ആൻറ്റി ഇന്ത്യ റെറ്റോറിക് ഉണ്ടാക്കുന്നതിൽ വിദഗ്ധരാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നിങ്ങൾ എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല എന്നുള്ളൊരു ആ ചോദ്യം ചോദിച്ച് വളരെ പോപ്പുലറായിട്ട് ആ രീതിയിൽ ഒരു ആൻറ്റി ഇന്ത്യ സാധനങ്ങൾ കൃത്യമായിട്ട് പടച്ചുവിടാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഈ പറയുന്ന ഹെലെ ലിങ്ക് ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിയാൽ കാണാം, അവരുടെ ട്വിറ്റർ ആണെങ്കിൽ, അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നോക്കിയാൽ എപ്പോഴും ഇന്ത്യയിലെ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ത്യയിലെ പ്രസ് ഫ്രീഡം, ഇന്ത്യയിലെ ഗവൺമെൻറ്റിനെതിരെയുള്ള വിമർശനങ്ങൾ. ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ യൂത്തിനെ അഭിനന്ദിച്ചിരുന്നു. അതായത് ഈ CJP സമര വിജയത്തിന് ശേഷം ഇന്ത്യയുടെ യൂത്തിനെ അഭിനന്ദിക്കുന്ന അവരുടെ ട്വീറ്റുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹെലെ ലിങ്കും ഈ പറയുന്ന CJPയുടെ സ്പോക്സ് പേഴ്സണായുള്ള സൗരവ് ദാസും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയം. ഇവർ ഒരുമിച്ച് ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൽ, വേൾഡ് എക്സ്പ്രഷൻ ഫോറം എന്നുള്ള ആ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇവർ ഒരുമിച്ച് ആ പരിപാടിയിൽ പങ്കെടുത്തു. പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട്. അപ്പോൾ ഇതൊരു പ്ലോട്ട്, ഒരു ഗ്ലോബൽ പ്ലോട്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ ഒരു ഗ്ലോബൽ പ്ലോട്ട് ഇപ്പോൾ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ CJP എന്ന് പറയുന്നത് ആൻറ്റി ഇന്ത്യൻ ഫോഴ്സസിൻ്റെ ഒരു പാവകളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഈ പറയുന്ന ഡെക്സാവൈസൻ എന്ന് പറയുന്ന പത്രം, നോർവീജിയൻ പത്രം, ഹെലെ ലിങ്കൊക്കെ വർക്ക് ചെയ്യുന്ന നോർവീജിയൻ പത്രം, ഈ നോർവീജിയൻ പത്രത്തിന് ഫണ്ട് ചെയ്യുന്നത് ഫ്രിറ്റോഡ് എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷനാണ്. ഈ ഫ്രിറ്റോഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ജോർജ് സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുമായിട്ട് ബന്ധമുള്ള ഒരു ഫൗണ്ടേഷനാണ്. നേരിട്ട് ബന്ധമില്ലെന്ന് അവർ പറയുമെങ്കിൽ പോലും ഇവർ തമ്മിൽ കൊലാബറേഷൻ ഉണ്ട്. പല വർക്ക്സും കൊലാബറേറ്റ് ചെയ്താണ് ഈ രണ്ട് ഫൗണ്ടേഷൻസും നടത്തുന്നത്. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ ഫ്രിറ്റോഡ് എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ജോർജ് സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ്റെ ഒരു പ്രോക്സിയാണെന്ന് നമുക്ക് പറയാം. കാരണം അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധങ്ങൾ, സൗരവ് ദാസ് അവിടെ പോകുന്നു 2025, അവിടെ ഹെലെ ലിങ്ക് അവിടെ പങ്കെടുക്കുന്നു, ഇവർക്ക് കൃത്യമായിട്ടുള്ള ഓറിയൻറ്റേഷൻ നൽകുന്നു. അതിനുശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. മെയിൽ നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം
സൗരവ് ദാസിൻ്റെ നേതൃത്വത്തിൽ അഭിജിത്ത് ദീപ്കയും ടീം എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവിടെ ഈ രീതിയിലുള്ള പാറ്റകളുടെ വിപ്ലവത്തിനുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നു എന്നുള്ളതാണ്. ഇതിനൊക്കെ കുറിച്ച് വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിതിങ്ങനെ പറയുമ്പോൾ പോലും ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ്. അല്ലാതെ ഇതിങ്ങനെ എന്നും ഈ ഗൂഢാലോചന സിദ്ധാന്തം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. കാരണം ഈ ഒരു ലിങ്ക് കറക്റ്റാണ്. കാരണം ഈ ഡെക്സാ വിഷൻ എന്ന് പറയുന്ന പത്രം, ആ പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ഹെലെ ലിങ്ക്, അതുകൂടാതെ ഇതേ രീതിയിൽ മീഡിയ പശ്ചാത്തലമുള്ള സൗരവ് ദാസ് ആ ഒരു പ്രോഗ്രാമിൽ നോർവേയിൽ പോയി പങ്കെടുക്കുന്നു. അതിൻ്റെ ഫണ്ടിങ് ഏത് വഴിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ എന്തായാലും ഒരു സോറോസ് കണക്ഷൻ ഇതിലുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതിൽ കൂടുതൽ തെളിവുകളൊക്കെ എന്താണ് വേണ്ടത്? ഇത് കൂടുതൽ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെയും അന്വേഷണ ഏജൻസികളുടെയൊക്കെ ഒരു ദൗത്യമാണ് എന്ന് പറയേണ്ടി വരും.